ഹോട്ട്ലൈൻ വഴി പരിശോധിക്കുന്നത്. എറണാകുളം പെരുമ്പാവൂർ ഓടക്കാലിയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഓടക്കാലി സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ഇവർ പണം വായ്പയെടുത്തിരുന്നു. ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിൽ ചിലർ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, ഇത് ഈ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി മൂലമുള്ള ആത്മഹത്യ എന്ന് തന്നെ കരുതേണ്ടതല്ലേ ഈ ചാന്ദിനി ജീവനൊടുക്കിയ കേസിനെ? ടോം, ഇത് സംബന്ധിച്ച് കുറുപ്പമ്പടി പോലീസ് അന്വേഷണം നടത്തുകയാണ്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ചാന്ദിനിക്ക് ഇന്നലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന്, അത് സ്വകാര്യ പണമിടപാട് സ്ഥാപനം, അവിടെ അവർ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക വന്നിരുന്നു. ഈ കുടിശ്ശിക തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിശ്ശിക അടയ്ക്കണം, ഇതിനെ മുടക്ക് വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ കുടിശ്ശിക അടയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിലെ ചില ജീവനക്കാർ ഇവിടെ വന്നിരുന്നുവെന്നും ഇവരോട് സംസാരിച്ചിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസിനോട് ഇവർ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാഭാവികത അവർ അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നില്ലായിരിക്കും. പിന്നീടാണ് ഈ ആത്മഹത്യയിലേക്കെല്ലാം വന്നപ്പോഴാണ്, ഇതിൻ്റെ ഒരു കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇതെല്ലാം ഇതിലേക്ക് വരുന്നതാണ് എന്ന രീതിയിലേക്ക് വീട്ടുകാർ അത് തിരിച്ചറിയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പോലീസിൽ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നെടുമ്പുറമ്പത്ത് വിഷ്ണുവിൻ്റെ ഭാര്യ ചാന്ദിനി, അവർ 29 വയസ്സാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടാണ് അവരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇത് സംബന്ധിയായ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണത്തിലാണ് പോലീസ് ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുന്നത്. ഇവർക്ക് ഈ വായ്പാ സംഘം കൊടുത്ത സ്ഥാപനത്തിൽ നിന്നടക്കം ഭീഷണി ഉണ്ടായിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടേക്ക് വന്ന ആളുകൾ അവർ സംസാരിച്ച രീതി എന്താണ്, എങ്ങനെയായിരുന്നു എന്നതടക്കം ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവരോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നതുള്ള സൂചനകളാണ് പോലീസിന് ലഭിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. എന്താണ് അവർ സംസാരിച്ചത്, ഏത് രീതിയിലായിരുന്നു ഇവരെ മനപ്രയാസം വരുത്തുന്ന രീതിയിലേക്ക്, അപഹസിക്കുന്ന രീതിയിലേക്ക് അടക്കം ഇവരോട് സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഏതെങ്കിലും രീതിയിൽ ഇവർ വല്ല സന്ദേശങ്ങൾ, കുറിപ്പുകളോ കാര്യങ്ങളോ ചാന്ദിനി അവിടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നു. എന്തായാലും ഇവർ വന്നു പോയതിനു ശേഷമാണ് ഈ രീതിയിലേക്ക് ഇപ്പോൾ ചാന്ദിനി ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരുടെ വരവും ഈ സംഭാഷണവും എല്ലാം തമ്മിൽ ബന്ധമുണ്ട്. ഈ വായ്പ എടുത്ത കാര്യങ്ങൾ തിരിച്ചടക്കണമെന്നത് സംബന്ധിച്ച കാര്യങ്ങളിലാണ് അവരുടെ സംസാരം നടന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതെന്തിനായിരുന്നു വായ്പ, എത്ര കുടിശ്ശിക വരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വീട്ടിലറിയാമായിരുന്നോ എന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് ഇവർ എങ്ങനെയാണ് പെരുമാറിയതെന്ന് അടക്കമുള്ള വിശദാംശങ്ങൾ ലഭിക്കൂ. ഈ സ്ഥാപനത്തിലും പോലീസ് പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ വന്ന ജീവനക്കാരെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവർ സ്ഥാപനത്തിലെ നേരിട്ടുള്ള ജീവനക്കാരാണോ അതോ ഇത്തരം കുടിശ്ശികക്കാരെ കാണുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ പൂർണ്ണമായൊരു ചിത്രം വ്യക്തമാവുകയുള്ളൂ. ചാന്ദിനിയുടെ ഈ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതുപോലെ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണി മൂലം, അതല്ലെങ്കിൽ ലോൺ ആപ്പുകളുടെ ഭീഷണി മൂലമൊക്കെ നിരവധി യുവതി യുവാക്കൾ ജീവനൊടുക്കിയിട്ടുള്ള ഒരു വാർത്തകൾ നമ്മൾ ഈ സമീപകാലത്ത് നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെ കാണണം. ഈ കേസിനെയും അതേ രീതിയിൽ ഈ വട്ടിപ്പലിശക്കാരുടെയൊക്കെ അല്ലെങ്കിൽ ഈ കൊള്ളപ്പലിശക്കാരുടെയൊക്കെ ഭീഷണിയെ തുടർന്നുള്ള ആത്മഹത്യ എന്ന രീതിയിൽ തന്നെ കാണേണ്ടതല്ലേ? പോലീസ് ഇവർക്കെതിരെ, ഈ സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടോ ഈ യുവതിയുടെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ? ടോം, നിലവിൽ ഈ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. പക്ഷേ അന്വേഷണം നടത്തുകയാണ്. ഇവർ ഏത് രീതിയിലുള്ളൊരു പണമിടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് നൽകിയിരുന്നത്, ഇതിന് ഈടായി എന്ത് വാങ്ങിച്ചിരുന്നു, എത്രത്തോളം പണമാണ് നൽകുന്നത് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുകയാണ്. കാരണം നമുക്കറിയാം, ഈ വട്ടിപ്പലിശക്കാർ എന്ന് പറയുന്ന ഒരു സംഘങ്ങൾ ഇതെല്ലാം ചേർന്ന് നടത്തുന്ന ചൂഷണം വളരെ വലുതാണ്. അതുമാത്രവുമല്ല, ആളുകളെ ഈ കടം കൊടുത്തു എന്നതിനപ്പുറം അത് തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്
പല രീതിയിലാണ് ആളുകളെ ഉപദ്രവിക്കുന്നത്. മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ചില കൊട്ടേഷൻ സംഘങ്ങളെ പോലും ഇത്തരം പണം പിരിവിനെ ഏർപ്പാടാക്കുന്ന രീതിയിലേക്ക് അടക്കം പോകുന്നു. അതുമാത്രവുമല്ല, നമുക്ക് കടമക്കുടിയിലെ സംഭവം മറക്കാൻ കഴിയില്ല. കടമക്കുടിയിൽ ഈ ലോൺ ആപ്പുകളുടെ കെണിയിൽ വീണ് ഒരു കുടുംബം 4 പേരാണ് ഒന്നടങ്കം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നത്. 2 കുഞ്ഞു കുട്ടികളടക്കം അവരെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് അടക്കം പോയിരുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് മുന്നിലുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന്, ഇത്തരം പലിശക്കാരുടെ കെണിയിൽ വീഴുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു എന്നതടക്കം അത്തരം ആ രീതികൾ തന്നെ ഇവിടേക്കെല്ലാം തന്നെ അനുവർത്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ പോലീസ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു സ്വഭാവം, അവർ പലിശ ഈടാക്കുന്നതും തിരിച്ച് ഈ പണം പിടിച്ച് എടുക്കുന്നതും ഇത്തരം കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള ഒരു ഇടപെടലുകളെല്ലാമാണ് നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യത്തിലേക്ക് നീങ്ങുന്നു. ഒപ്പം മറ്റേതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഇവർക്കെതിരെ ഈ സ്ഥാപനത്തിനെതിരെ അടക്കമുണ്ടോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വൈകാതെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ചിത്രം പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടോം. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ ഓടക്കാലിയിൽ ചാന്ദിനി എന്ന യുവതി ജീവനൊടുക്കിയ കേസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാരണം ഇവരുടെ ഭീഷണി ഉണ്ടായിരുന്നു. ഈ സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവരുടെ വീട്ടിൽ, ഈ ചാന്ദിനിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങി.